അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന പരിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളാണ്. ഇന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സൂറ ബഖറയിലെ 38-ാമത്തെ വചനമാണ്. അതിൻ്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള തുടർന്ന് പറയുന്നു: Allah has provided Muslims with the best teaching of the Holy Quran through the chief of all prophets, Hazrat Muhammad Mustafa sallallahu alaihi wasallam. പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല മുസ്ലിങ്ങൾക്ക് ഏറ്റവും നല്ല അധ്യാപനങ്ങളാകുന്ന വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ലോകത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും പരിപാവനമായ ഏറ്റവും നല്ല ബെസ്റ്റ് ടീച്ചിങ്സ് ഓഫ് ദ ഹോളി ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും നല്ല അധ്യാപനം, അതിനപ്പുറത്ത് മറ്റൊരു അധ്യാപനമില്ല. അത് മുസ്ലിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്, മുസ്ലിങ്ങളുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് അവർക്ക് അത് നൽകപ്പെട്ടിരിക്കുന്നത്. ദേ ഹാവ് ഗോട്ട് ദ പ്രിവിലേജ് ടു പ്രൊപ്പഗേറ്റ് ദ യൂണിസിറ്റി ഓഫ് അല്ലാഹ്. അതുകൊണ്ട് ദേ ഹാവ് ഗോട്ട് ദ പ്രിവിലേജ്, അവർക്ക് പ്രത്യേകമായ ഒരു അധികാരാവകാശം ലഭിച്ചിരിക്കുകയാണ്. ടു പ്രൊപ്പഗേറ്റ്, പ്രബോധിക്കുവാൻ, അത് എത്തിക്കുവാൻ. ദ യൂണിസിറ്റി ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് ത്രൂ ഔട്ട് ദ വേൾഡ്, മുഴു ലോകത്തും അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് എത്തിക്കുവാനുള്ള പ്രത്യേകമായ അധികാരാവകാശങ്ങൾ മുസ്ലിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ബട്ട് അലാസ്, എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ദേ ഹാവ് കംപ്ലീറ്റഡ് ഫർഗോട്ടൺ, അവർ ഒരു കാര്യം പൂർത്തിയാക്കി, ഇത് വിസ്മൃതിയിലാക്കി, പൂർണ്ണമായിട്ടും അവർ മറന്നു. ദേ ഹാവ് കംപ്ലീറ്റഡ്, അവർ പൂർത്തിയാക്കി, ഫർഗോട്ടൺ, ഇത് കളയുക, ഇതിനെ അങ്ങ് മാറ്റിവെക്കുക എന്നുള്ളത് ആ കാര്യത്തിൽ അവർ വിജയിച്ചു പൂർണ്ണമായി. ദീസ് പ്യുവർ ടീച്ചിങ്സ്, ഈ പരിപാവനമായ അധ്യാപനങ്ങളെ അവർ വിസ്മൃതിയിലേക്ക് തള്ളിവിട്ടു. ആ കാര്യത്തിൽ അവർ പൂർണ്ണതയാണ്. ദസ് ഇൻഡൽജിങ്, എന്നിട്ട് അവർ വിനോദിക്കുകയാണ്, ദംസെൽസ്, അവർ സ്വയം. നൗ ഇൻ മിസ്ലീഡിങ് അതർ പീപ്പിൾ, മറ്റ് ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അവർ ഇന്ന് ഒരു വിനോദം പോലെ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾ മാനവലോകത്തിന് എത്തിക്കുകയും ചെയ്യുന്നതിന് പകരം ഇന്ന് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പൈശാചിക ശക്തികൾ നമ്മളെ ഇതിൽ നിന്നും വലിച്ച് അവരിലേക്ക് നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വാർത്താശകലങ്ങളും
കുറിപ്പുകളും ഒക്കെയാണ് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ. അതൊക്കെ വെറും വാക്കുകൾ മാത്രമാണ്. വിശുദ്ധ ഖുർആനും വിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും നാം മനസ്സിലാക്കുമെങ്കിൽ അത് പ്രതിവിധികളാണ്. ലോകത്ത് സംഭവിക്കുവാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരം നിർദ്ദേശിക്കുന്ന ഗ്രന്ഥമാണ്. അത് നോക്കിക്കാണേണ്ടതുപോലെ നമ്മൾ നോക്കിക്കാണണം. അത് അങ്ങനെ മനുഷ്യർക്ക് നന്മയ്ക്കായി, ക്ഷേമത്തിനായി, ഐശ്വര്യത്തിനായി, ആരോഗ്യത്തിനായി, സൗഭാഗ്യത്തിനായി അല്ലാഹുത്താല നൽകിയിരിക്കുന്ന ഈ സിദ്ധൌഷധക്കൂട്ടിന് ഓരോ നൂറ്റാണ്ടിലും മാനവലോകം അതീവ ഗുരുതരാവസ്ഥയിലാകുമ്പോൾ അല്ലാഹുത്താല മനുഷ്യരൂപത്തിൽ വീണ്ടും പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധികളെ വിട്ട് വിഷഗ്വരന്മാരെ തീർക്കുകയാണ് ചെയ്യുന്നത്. അവർ ഈ മരുന്നാണ് ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടത്. പൊടുപ്പും തെങ്ങലും വെച്ച് മറ്റുള്ളവരുടെ മോട്ടിവേഷണൽ സ്പീച്ച് എന്നാണ് ഇന്ന് പറയുന്നത്. എന്ത് മോട്ടിവേഷനാണ്? ഏത് മോട്ടിവേഷണൽ സ്പീച്ചിലൂടെയാണ് ഒരാൾ നന്നായിട്ടുള്ളത്? അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുന്നതാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് പ്രചോദിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രസംഗം നടന്നങ്ങ് പോകുമെന്നല്ലാതാണ്ട് പ്രവൃത്തി അവിടെ വരുന്നില്ല. അതുകൊണ്ട് മനുഷ്യരെ ഇന്ന് മറ്റ് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ആളുകൾ. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് തങ്ങളുടെ വ്യക്തിജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും അത് കുടുംബാന്തരീക്ഷത്തിൽ നിഴലിക്കുകയും എന്നിട്ടത് സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തുകയും ചെയ്യേണ്ട അതിമഹത്തായ ബെസ്റ്റ് ടീച്ചിങ്സ് ഇൻ ദ വേൾഡ്. ഏറ്റവും നല്ല അധ്യാപനങ്ങൾ. ആ അധ്യാപനങ്ങളെ നമ്മൾ മറന്നു പോയിരിക്കുന്നു. ഇതാണ് ഖലീഫത്തുള്ളാഹിയുടെ രോദനം. സോ ലൈക്ക്വൈസ് സാത്താൻ ഡിസീവ്ഡ് ആദം അലൈഹിസ്സലാമിനെ ഷെയ്ത്താൻ ചതിച്ചതുപോലെ ആൻഡ് അല്ലാഹ് ഇൻഫോംഡ് ഹിം ഓഫ് ഹിസ് മിസ്റ്റേക്ക്. അപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു. അല്ലാഹ് ഇൻഫോംഡ് ഹിം ഓഫ് ഹിസ് മിസ്റ്റേക്ക്. അപ്പോൾ നമ്മളൊക്കെ ഷെയ്ത്താൻ്റെ പിടിയിൽ അമർന്നു പോയതവരാണ്. ആദം അലൈഹിസ്സലാം പോലും ഷെയ്ത്താൻ്റെ പിടിയിൽ അമർന്നു പോയി. അപ്പോഴെന്ത് ചെയ്തു? അല്ലാഹ് ഇൻഫോംഡ് ഹിം ഓഫ് ഹിസ് മിസ്റ്റേക്ക്. ഉടനെ അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. ഉടൻ ഹി പ്രേഡ് ടു ഗോഡ്. അല്ലാഹുവിലേക്ക് അദ്ദേഹം പ്രാർത്ഥന നടത്തി. ഹി പ്രേഡ് ടു ഗോഡ് ഫോർ ഫർഗീവ്നെസ്. മാപ്പ് തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയിൽ നിരതനായി. ഇൻ വേഴ്സ് വിച്ച് ഹി ലേൺഡ്. ആ പ്രാർത്ഥനകൾ അദ്ദേഹം പഠിച്ചതായിരുന്നു ഫ്രം ഗോഡ് ഹിംസെൽഫ്, അല്ലാഹുവിൽ നിന്ന് പഠിച്ച പ്രാർത്ഥനാ ശകലങ്ങൾ അദ്ദേഹം വിസ്മരിച്ചു പോയി. അതുകൊണ്ട് അദ്ദേഹം ആ കാര്യം ഓർമ്മ വന്നു. അദ്ദേഹം വീണ്ടും മാപ്പിനായിട്ട് പ്രാർത്ഥിച്ചു. ദിസ് പ്രെയർ ഹാസ് ബീൻ മെൻഷൻഡ് ഇൻ ദ ഹോളി ഖുർആൻ. വിശുദ്ധ ഖുർആൻ 7:24 7-ാം അധ്യായം 24-ാം വചനത്തിൽ ഈ പ്രാർത്ഥന രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദിസ് ഈസ് ദ പ്രെയർ ദാറ്റ് ആദം ലേൺ ഫ്രം ഗോഡ്. ഇത് അല്ലാഹുവിൽ നിന്നും ആദം അലൈഹിസ്സലാം പഠിച്ച പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ ആദം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഇജാബത്ത്, അതിന് മറുപടി, ഉത്തരം നൽകുന്നുണ്ട്. അതുകൊണ്ട് മാനവകുലം ആകമാനം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന തന്നെയാണ് വിശുദ്ധ ഖുർആൻ സൂറ അഅ്റാഫിൽ 7-ാം അധ്യായത്തിൽ 24-ാം വചനത്തിൽ പറയുന്നത്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്. അവരിരുവരും പ്രാർത്ഥിച്ചു. റബ്ബന ലലംന. ഇതാരോ സംസാരിക്കുന്നുണ്ട്. റബ്ബന ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലലംന, ഞങ്ങൾ അക്രമം ചെയ്തു, അൻഫുസന, ഞങ്ങളുടെ ആത്മാക്കളോട്,
വൈലം തൗഫിർലന, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, വതർഹംന, നീ ഞങ്ങളോട് കാരുണ്യത്തോട് തിരിഞ്ഞില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, നിശ്ചയമായും ഞങ്ങൾ നഷ്ടകാരികളായി പോകും. ഈ പ്രാർത്ഥന നമ്മൾ ദിനവും പ്രാർത്ഥിക്കേണ്ടത് തന്നെയാണ്. അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥനയായതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിന് അള്ളാഹു തആല വളരെ തൽപരനുമാണ് എന്ന കാര്യം കൂടി നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനത്തെയും ഓരോ വാക്കുകളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുകയും അത് വെറുതെ പാരായണം ചെയ്യാനുള്ളതല്ല, അത് നമ്മുടെ ശരീരത്തിൽ, മസ്തിഷ്കത്തിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ കൈകാലുകളിൽ, നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ ചെവികളിൽ എല്ലാം അത് പ്രവർത്തന നിരതമാകേണ്ടതാണ്. അത് സമൂഹത്തിലുള്ള ആളുകളിലേക്ക് ഓരോന്നോരോന്നായി കടന്നു ചെല്ലത്തക്കവണ്ണം നമ്മൾ പ്രാപ്തരായിത്തീരേണ്ടതാണ്. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് ലഭ്യമായ ഈ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മാനവകുലത്തെ രക്ഷിക്കുന്നതിനായി ഈ വിശുദ്ധ ഖുർആൻ, ലോകത്തിലെ ഏറ്റവും മഹത്വപൂർണ്ണമായ അധ്യാപനങ്ങൾ ലോകമെമ്പാടും എത്തിക്കുവാൻ ഉള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹു അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.